ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുമി മുഫാസ് മനസ്സിലോട്ട് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ നമ്മുടെ നാളെ വരാനിരിക്കുന്ന നമ്മുടെ കാറ്റത്തെ കിളിക്കൂട്ടിലെ കുറച്ച് വിശേഷങ്ങളൊക്കെ നമുക്ക് കേട്ടാലോ. നമ്മുടെ നിധിയുടെയും സുധീഷിൻ്റെയും പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കേൾക്കാൻ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നു പോവില്ല കേട്ടോ. ഒപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ സപ്പോർട്ട് ചെയ്യണം. അങ്ങനെ നമ്മുടെ കിളിക്കൂട്ടിലെ നമ്മുടെ സുഭാഷ്, സുധീഷ്, ഹരീഷ്, നികേഷ്, നിധി, നമ്മുടെ ചാന്ദിനി, ഒപ്പം നമ്മുടെ ഭാസ്കരനും കൂടെ ചേർന്നിട്ട് നമ്മുടെ കുടുംബക്ഷേത്രത്തിലേക്കുള്ള തയ്യാറെടുപ്പും കാര്യങ്ങളൊക്കെ ചെയ്യണ്. അപ്പം നമ്മുടെ ഹരീഷ് നമ്മുടെ നീതുവിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയണ്. ഇന്നതുപോലെ ഒരു 3-4 ദിവസത്തെ ട്രിപ്പാണ് ഞങ്ങൾ പോണത്. അപ്പോൾ പ്രാർത്ഥിച്ച് എല്ലാ വഴിപാടുകളൊക്കെ ഒന്ന് നടത്തി നമ്മുടെ കഷ്ടകാലങ്ങളൊക്കെ ഒന്ന് മാറാനായിട്ട് പോവാ നീതു എന്ന് പറയണം. അപ്പം നീതുവിന് ഭയങ്കര സങ്കടം. നമ്മുടെ കല്യാണം കഴിഞ്ഞിരുന്നുവെങ്കിൽ ഹരീഷേ, എനിക്കും കൂടെ ഇപ്പം നിൻ്റെ കൂടെ വരാൻ പറ്റില്ലായിരുന്നു എന്നൊക്കെ ഇങ്ങനെ നീതു പറയണ്. അപ്പം ചാന്ദിനിയെ കൊണ്ടുപോകുന്ന കാര്യം നമ്മുടെ ഹരീഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കേട്ടപ്പോഴത്തേക്കും നീതുവിനൊരു കുറച്ച് കുശുമ്പും കുന്നായ്മയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഹരീഷ് പറഞ്ഞു, ചാന്ദിനിയെ ഇവിടെ നിർത്തിയിട്ട് പോകാൻ പറ്റില്ല, നിന്നോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ, അതുകൊണ്ടാണ് ചാന്ദിനിയെ കൊണ്ടുപോകണതെന്ന് ഹരീഷ് പറയണ്. അപ്പം നീതു പറഞ്ഞു, ആയിക്കോട്ടെ, എന്തായാലും അടുത്ത കൊല്ലം കുടുംബക്ഷേത്രത്തിലെ പൂജയ്ക്ക് പോകുമ്പോൾ എന്നെയും കൊണ്ടുപോകണം, അപ്പോഴേക്കും നമ്മുടെ വിവാഹം നടക്കില്ലേ ഹരീഷ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ കാറിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മുടെ സുധീഷ് എല്ലാം റെഡിയാക്കി സെറ്റപ്പാക്കി കൊണ്ടുപോകാനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ എല്ലാവരും എടുത്ത് പാക്ക് ചെയ്ത് വെക്കുകയാണ്. ഹരീഷ് ഒരു ബാഗും തൂക്കി പറഞ്ഞിട്ടപ്പോഴത്തേക്ക് സുധീഷ് ചോദിക്കുന്നത്, ഇതെന്താ നീ ഒരു പാൻറ്റ് ഷർട്ട് മാത്രമേ എടുത്തോളൂ, ബാഗിനകത്തൊന്നും ഇല്ലയെന്ന് തോന്നുമല്ലോ. അപ്പോൾ ഹരീഷ് പറഞ്ഞു, ഇത് പോരെ. അപ്പം പറഞ്ഞു, എല്ലാ ബാഗിനകത്ത് ഒരു 3 ദിവസത്തെ ഡ്രസ്സെങ്കിലും നീ എടുത്ത് വെക്കടാന്ന് പറയുന്നുണ്ട്. അങ്ങനെ സുധീഷിൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ സുഭാഷിൻ്റെ ബാഗിലും ഒക്കെ എല്ലാം സെറ്റ് ചെയ്ത് റെഡിയാക്കി വെക്കുകയാണ്. അതാ പറഞ്ഞു നമ്മുടെ നികേഷ്, സുഭാഷ് ചേട്ടാ എൻ്റെ ഒരു ബ്ലൂ ഷർട്ടില്ലേ, അതെങ്ങാനും കണ്ടായിരുന്നു എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും സുഭാഷ് പറഞ്ഞു, അയ്യോടാ അത് ഞാൻ കഴുകിയിടാൻ മറന്നുപോയല്ലോടാ മോനെ എന്ന് പറഞ്ഞു. കൊള്ളാം, സുഭാഷ് ചേട്ടൻ്റെ കാര്യം, ആ ഷർട്ട് ഞാൻ ഇടാമെന്ന് വിചാരിച്ചായിരുന്നു. അപ്പോഴേക്കും സുധീഷ് ചോദിച്ചു, അതെന്താടാ ബ്ലൂ ഷർട്ടിൻ്റെ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? പിന്നെ ഇല്ലാണ്ട്, ആ ഷർട്ട് ഇട്ടാൽ എന്നെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് സുധീഷ് ചേട്ടാന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും അവരൊക്കെ ചിരിക്കുക കേട്ടോ. അപ്പോൾ സുധീഷ് പറഞ്ഞു, അതെ, ആ ഒരു ഷർട്ട് ഇട്ടാൽ മാത്രമല്ല, ഏത് ഷർട്ട് ഇട്ട് നിന്നെ കണ്ടാലും നിന്നെ കാണാനൊക്കെ ഒരു സുന്ദരനാടാ നീ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും നികേഷിന് ഒരു സന്തോഷമൊക്കെ ആവുകയാണ് കേട്ടോ. ഇതേ സമയം നമ്മുടെ ഭാസ്കരനും ബാഗും കാര്യങ്ങളൊക്കെ എല്ലാം സെറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചൊക്കെയാണ്. ഭാസ്കരനും വരെയാണല്ലോ. അപ്പം നമ്മുടെ നിധിയും നമ്മുടെ ചാന്ദിനിയും അവർക്കുള്ള ബാഗും കാര്യങ്ങളൊക്കെ എല്ലാം എടുത്ത് റെഡിയാക്കി വെക്കുകയാണ്. അങ്ങനെ എല്ലാ ബാഗും കാര്യങ്ങളൊക്കെ റെഡിയാക്കി ആദ്യം നമ്മുടെ നിധിയും സുധീഷും കൂടെ ചെന്ന് ഡിക്കിയൊക്കെ തുറന്നിട്ട് ബാഗ് കൊണ്ടുവന്ന് വെക്കുകയാണ്. അപ്പം നിധിയും സുധീഷും ബാഗ് കൊണ്ടുവന്ന് വെക്കാനായിട്ട് ഇങ്ങനെ വെക്കണതും രണ്ടുപേരുടെ നെറ്റ് തമ്മിൽ കൂട്ടിമുട്ടുകയാണ്. അപ്പോഴേക്കും സുധീഷ്, അയ്യോ നിധി സോറി കേട്ടോ, ഞാൻ അറിഞ്ഞില്ല, സത്യമായിട്ട് അറിഞ്ഞുകൊണ്ടല്ല കേട്ടോ സുധീഷ് അത് ചെയ്തത്, പെട്ടെന്ന് അറിയാണ്ട് വന്നപ്പം. അപ്പോഴേക്കും നിധി പറഞ്ഞു, ഞാൻ വെക്കണത് കണ്ടില്ലേ സുധീഷ്, പിന്നെ എന്തിനാ ഇടിച്ചു കയറി ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും സുധീഷ് സോറി എന്നിങ്ങനെ പറയണ്. അങ്ങനെ ബാഗൊക്കെ വെക്കുകയാണ്. ആ സമയം നമ്മുടെ ഭാസ്കരൻ്റെ ബാഗും കൊണ്ട് വെക്കുകയാണ്. ഹരീഷ് ചോദിക്കുകയാണ്, ഇങ്ങേരെന്തിനാ നമ്മളെ കൂടെ പറഞ്ഞത്? അപ്പോൾ സുഭാഷ് പറഞ്ഞു, എടാ കുടുംബക്ഷേത്രത്തിൽ എല്ലാവരും കൂടെ ഒരുമിച്ചല്ലേ പോകേണ്ടത്, അപ്പോൾ അച്ഛനും കൂടെ വരട്ടെ, ഇങ്ങേരെയും കൊണ്ട് പോയി കഴിഞ്ഞാണ്ടല്ലോ സുഭാഷ് ഏട്ടാ, നമ്മൾ പോണ വഴി തന്നെ ഓരോ കേസും ഓരോ നൂലാമാലകൾ നമ്മൾ ചുമക്കേണ്ടി വരും, ഞാനുള്ള കാര്യം പറഞ്ഞേക്കാം. അപ്പോഴേക്ക് സുധീഷ് വന്നിട്ട് പറഞ്ഞു, അതെ, ഇപ്പോൾ കൊണ്ടുപോയില്ലെങ്കിൽ തന്നെ ബസ്സിലാണെങ്കിലും കയറി അവിടെ എത്തും, പിന്നെ ഇനി കണക്കല്ലേ, ഇതിപ്പോൾ എല്ലാവർക്കും ഇരുന്ന് പോവാമല്ലോ, ഇനിയിപ്പോൾ എന്തായാലും വരട്ടെ. അങ്ങനെ ഭാസ്കരൻ്റെ ഡ്രസ്സ് കൊണ്ടുവന്ന് എല്ലാ ഡ്രസ്സും കാര്യങ്ങളെല്ലാം ബാഗിലാക്കി കൊണ്ടുവന്ന് ഡിക്കിയിൽ കൊണ്ടുവയ്ക്കുകയാണ്. എന്നിട്ട് ഭാസ്കർ അവിടെ നിന്നുകൊണ്ട് പിറുപിറുക്കുകയാണ്, ബാഗ് വയ്ക്കാൻ 1 മണിക്കൂറോ, ഇങ്ങോട്ട് മാറടാന്ന് പറഞ്ഞിട്ടാണ് ഭാസ്കരൻ്റെ ബാഗൊക്കെ കൊണ്ടുവെക്കുന്നത്. അങ്ങനെ അവർ എല്ലാവരും പോകാനുള്ള തയ്യാറെടുപ്പൊക്കെ എല്ലാം റെഡിയാക്കി വെക്കുന്നത്. അപ്പോഴാണ് നമ്മുടെ നികേഷ് ഒരു മതിയായ ബാഗും കൊണ്ട് വരികയാണ്. അപ്പം നീതു ചോദിച്ചു, അല്ല ഇതെന്നാടാ, നീ എന്നെ അവിടെ 1 വർഷമായിട്ട് താമസിക്കാൻ പോകണോ, അതിനുള്ള ഡ്രസ്സുണ്ടല്ലോ? എൻ്റെ നിധിയേട്ടത്തി, പോണ സ്ഥലം നല്ല അടിപൊളി ഗ്രാമപ്രദേശമാണ്, നല്ല അടിപൊളി ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കാം, അപ്പോൾ അതിനെ കുറച്ച് കളർഫുൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കയ്യിൽ കരുതി വെക്കുന്നതിൽ തെറ്റൊന്നും ഇല്ലാന്നേ, അതുകൊണ്ട് കുറച്ചൊന്ന് തിളങ്ങിയിരുന്നോട്ടെ എന്നൊക്കെ പറഞ്ഞ് നികേഷ് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ബാഗിനകത്ത് എല്ലാം റെഡിയാക്കി എല്ലാം കൊണ്ടുവന്ന് ഡിക്കിയിൽ എല്ലാവരും വെക്കുകയാണ്. അങ്ങനെ എല്ലാവരും വെക്കേണ്ട സാധനങ്ങളൊക്കെ വെച്ചു.
അപ്പോഴേക്കും നമ്മുടെ ഭാസ്കരൻ പൂജയ്ക്ക് എന്തായാലും ഒരു നല്ലൊരു കാര്യത്തിനാണല്ലോ പോണത്. അപ്പം പൂജ ഒരു തേങ്ങയൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് ഒന്ന് ഉഴിഞ്ഞ് എല്ലാം വീടൊക്കെ എല്ലാം ഉഴിഞ്ഞ് എല്ലാ ഒരു ബുദ്ധിമുട്ടും തടസ്സങ്ങളൊന്നും ഇല്ലാണ്ട് നമുക്ക് പോകാൻ പറ്റണേന്നൊക്കെ പറഞ്ഞ് ഉഴിഞ്ഞ് ആ തേങ്ങ അവിടെ എറിഞ്ഞങ്ങ് പൊട്ടിക്കുകയാണ് കേട്ടോ. പൊട്ടിച്ച് എല്ലാവരും സന്തോഷത്തോടു കൂടി പോവുകയാണ്. സുഭാഷ് അപ്പോഴേക്കും ചെന്ന് വീടൊക്കെ പൂട്ടി എല്ലാം ഓക്കെ ആക്കി അവരങ്ങനെ യാത്ര തുടങ്ങിയാണ്. അപ്പോൾ സുധീഷ് നോക്കുമ്പോൾ നിധിയും ചാന്ദിനിയും ഭയങ്കര സംസാരത്തിലാണ്. ഒന്ന് ഇങ്ങോട്ട് നോക്കുന്ന കൂടിയില്ല കേട്ടോ. അപ്പം സുധീഷ് അതനുസരിച്ചിട്ട് പാട്ടിൻ്റെ വോളിയം ഇങ്ങനെ കൂട്ടി വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ നികേഷും ഹരീഷും ശ്രദ്ധിക്കുന്നുണ്ട്. സുധീഷ് നിധിയെ ശ്രദ്ധിക്കുന്നുണ്ടെന്നും നിധി സുധീഷിനെ നോക്കുന്നില്ല. അതുകൊണ്ട് സുധീഷിന് കുറച്ച് കുശുമ്പ് കയറുന്ന പാട്ടൊക്കെ സൗണ്ട് കൂട്ടുന്നതൊക്കെ ഇവർ രണ്ടുപേരും കൂടെ നോക്കിയിരുന്ന് ചിരിക്കുകയാണ് കേട്ടോ. അവസാനം സുധീഷ് കൂട്ടി സൗണ്ട് ഹൈ വോളിയത്തിലാണ്. കാരണം നിധി ഒന്ന് നോക്കുന്ന കൂടിയില്ല. അപ്പോഴേക്കും നമ്മുടെ ഭാസ്കരൻ പറഞ്ഞു, എടാ പുറകെ വരുന്ന വണ്ടി ഒന്ന് ഹോൺ അടിച്ച കൂടെ നിൻ്റെ ചെവിയിൽ കേൾക്കൂടാ, ആ പണ്ടാരത്തിൻ്റെ വോളി ഒന്ന് കുറച്ച് വെക്കടാന്ന് പറഞ്ഞ് ഭാസ്കരൻ മതിയായ ഒച്ചയെടുക്കാൻ കേട്ടോ. അപ്പം നിധിയൊക്കെ സംസാരം നിർത്തിയിട്ട് നോക്കുകയാണ്. അപ്പം എന്നിട്ട് ഭാസ്കരൻ പറഞ്ഞു, എടാ ഇത്രയും വോളിയം വെക്കല്ലേ, ഹോൺ അടിച്ചാൽ കേൾക്കില്ല. അങ്ങനെ ഒടുവിൽ നമ്മുടെ സുധീഷ് അതിൻ്റെ വോളിയൊക്കെ നന്നായിട്ട് കുറച്ച് എല്ലാം സെറ്റാക്കി എടുക്കാനുണ്ട്. അങ്ങനെ എല്ലാം റെഡിയായിട്ട് എല്ലാവരും പോവുകയാണ്. അപ്പോഴേക്കും സുധീഷ് ചോദിക്കുന്നുണ്ട്, നിധി എല്ലാം ഓക്കെ അല്ലേ, കംഫർട്ടല്ലേ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയണം കേട്ടോ. അപ്പം നമ്മുടെ ഹരീഷും നികേഷും കൂടെ പറ്റിയിരുന്ന് ചിരിക്കാൻ കേട്ടോ സുധീഷിൻ്റെ ആ ഡയലോഗൊക്കെ കേട്ടിട്ട്. അപ്പം നിധി പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല പോട്ടെ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ നിധി ചാന്ദിനിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ചാന്ദിനി വാഷ്റൂമിൽ എന്തെങ്കിലും പോകണമെങ്കിൽ പറയണം കേട്ടോ. അപ്പോൾ സുധീഷിനാണെങ്കിൽ ദേഷ്യം വേണം. സുധീഷിൻ്റെ അടുത്ത് ഒന്നും സംസാരിക്കില്ല. അപ്പോൾ സുധീഷ് പറയണ, അതെ ഞാനൊരു ഡ്രൈവർ ഇവിടെ ഇരിക്കുമ്പോൾ എൻ്റെ അടുത്ത് എന്തെങ്കിലുമൊക്കെ നിങ്ങൾ സംസാരിക്കുക, അല്ലെങ്കിൽ എനിക്ക് ബോറടിക്കില്ല എന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ നികേഷ് പറഞ്ഞു, ആഹാ എന്നാൽ ഞാൻ സംസാരിക്കാൻ സുധീഷ് ചേട്ടാ അത് മതിയൊന്നും ചോദിക്കും. എടാ പോടാ, നിന്നോടല്ല ഞാൻ പറഞ്ഞത്, നീ അധികം സംസാരിക്കാതിരിക്കണേ എനിക്ക് നല്ലത് എന്നിങ്ങനെ സുധീഷ് പറഞ്ഞു. അങ്ങനെ എല്ലാവരും ജോളിയായിട്ടൊക്കെ പോവേണ്. അപ്പം അതിൻ്റെ ഇടയിൽ സുഭാഷ് ചോദിക്കുന്നുണ്ട്, എടാ സുധീഷേ, നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ താമസവും സൗകര്യമൊക്കെ നമുക്ക് എങ്ങനെയാടാ എന്നുള്ളതൊക്കെ ചോദിക്കണം. ഗ്രാമപ്രദേശമാണല്ലോ, ഹോട്ടലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പം നമ്മൾ എന്താ ചെയ്യണേന്നൊക്കെ ഉള്ളത് ചോദിക്കുകയാണ്. അപ്പോഴേക്കും സുധീഷ് പറയുന്നുണ്ട്, ഞാൻ അവിടെ ഒരു മണിച്ചേട്ടനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് സെറ്റിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നോക്കാം. അപ്പോൾ പോണ വഴി ഈ വാളായിപ്പാറ എന്ന് പറയുന്ന സ്ഥലം എത്തിയോ എന്ന് ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പം ഭാസ്കരനോട് സുധീഷ് ചോദിക്കുന്നുണ്ട്, അതെ അച്ഛാ മിസ്റ്റർ ഭാസ്കരൻ, താങ്കൾക്ക് ഈ വാളായിപ്പാറ എന്ന് പറയുന്ന സ്ഥലം അറിയാവോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഭാസ്കരൻ പറഞ്ഞു, എനിക്കറിയില്ല എന്ന് പറഞ്ഞു. പിന്നെ നിങ്ങൾ എന്താ ഇത്? അപ്പം നിധി ചോദിച്ചു, അല്ല അച്ഛൻ്റെ സ്വന്തം നാടിന് സ്ഥലവും ഒന്നും അറിയില്ലേ, അതെന്താ അങ്ങനെയെന്നൊക്കെ നിധി ചോദിക്കുന്നത്. അപ്പം ഭാസ്കരൻ തിരിച്ചു ചോദിച്ചു, അതെ നിൻ്റെ അടുത്ത് ഇപ്പം തക്കല ചെന്നിട്ട് അവിടുത്തെ കുടുംബക്ഷേത്രം ഏതാണെന്ന് ചോദിച്ചാൽ നിനക്ക് പറയാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പം നിധി പറഞ്ഞു, തക്കലേന്ന് എൻ്റെ വീട്ടിൽ നിന്നാണെങ്കിൽ എനിക്ക് പോകാൻ ഞാൻ എങ്ങനെയായാലും പോകുമെന്ന് പറഞ്ഞു. അതെ നമ്മുടെ വീട്ടിൽ നിന്നാണെങ്കിൽ നിനക്ക് പോകാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പം നിധി പറഞ്ഞു, ഇല്ല അതെനിക്കറിയില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും സുധീഷ് പറഞ്ഞു, പിന്നെ നമ്മൾ താമസിക്കുന്ന ഒരു 4 സ്റ്റോപ്പ് അപ്പുറം കൊണ്ട് നിർത്തിക്കഴിഞ്ഞാൽ വീട്ടിലെത്തണം എങ്ങനെയെന്ന് ചോദിച്ചാൽ അറിയില്ല, വലിയ ബെഡായി തള്ളേണ്. അപ്പോഴേക്കും നിധി എല്ലാവരും കൂടെ ചിരിച്ചു കേട്ടോ. അപ്പം നിധി പറഞ്ഞു, പിന്നെ എന്നെ അങ്ങനെയൊന്നും കളിയാക്കണ്ട, എനിക്ക് കുറേയൊക്കെ സ്ഥലങ്ങളൊക്കെ എനിക്കും അറിയാം എന്ന രീതിയിൽ തന്നെ നിധിയും പറഞ്ഞു കേട്ടോ. അങ്ങനെ കൊണ്ടിരുന്നപ്പോഴത്തെ അവസാനം ഹരീഷ് പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, എവിടെയെങ്കിലും നിർത്തി ചോദിക്കാമെന്ന് പറഞ്ഞു. അപ്പം ഭാസ്കരൻ പറഞ്ഞു, എടാ ഏതെങ്കിലും ഒരു ചായക്കട എവിടെയെങ്കിലും കാണണമെങ്കിൽ ഒന്ന് നിർത്ത്, എന്നിട്ട് ഈ വാളായിപ്പാറ എന്നുള്ള സ്ഥലം ചോദിച്ചാൽ പോരേന്ന് ചോദിക്കും. സത്യം പറഞ്ഞാൽ നിധിക്കൊക്കെ ഒരു അതിശയമായിരുന്നു. കാരണം ഈ ഭാസ്കരനൊക്കെ ജനിച്ച് വളർന്നിട്ട് ആ സ്ഥലം അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ അതൊരു അതിശയമായിരുന്നു. കാരണം അങ്ങനെ അങ്ങ് മറന്നു പോകുന്ന എങ്ങനെ എന്നുള്ള രീതിയിൽ അങ്ങനെ അവർ നിർത്തി ചോദിക്കണം. അങ്ങനെ ഏകദേശം അവർ ആ വാളായിപ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിപ്പറ്റുകയാണ്. അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സുധീഷ് ആ ചേട്ടനെ വിളിക്കേണ്ട, ഒരു മണിയെന്ന് പറഞ്ഞൊരു ചേട്ടനുണ്ട്, ആ ചേട്ടനെ വിളിച്ചിട്ട്, ചേട്ടാ ഞങ്ങളിവിടെ എത്തിയെന്ന് പറയുകയാണ്. അപ്പോൾ അയാൾ പറഞ്ഞു, ഞാനിവിടെ ഉണ്ട്, ജംഗ്ഷനിൽ തന്നെ ഉണ്ട്, ഞാൻ നിങ്ങളുടെ വണ്ടി കണ്ടു എന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ അടുത്തോട്ട് വരികയാണ്. അങ്ങനെ അടുത്തോട്ട് വന്ന് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. ഈ സമയം നമ്മുടെ ഭാസ്കരൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് വിട്ടടിച്ചങ്ങ് പോവുകയാണ്. അപ്പോഴേക്കും ഹരീഷും സുഭാഷും കൂടെ പറഞ്ഞു, അല്ല ദേ ഈ മനുഷ്യൻ എങ്ങോട്ടാണ് പോണേ? അപ്പം സുഭാഷ് പറഞ്ഞു, അച്ഛൻ എങ്ങോട്ടാണ് ഈ പോണേ? എടാ ഇതെൻ്റെ നാടാണ്, ഞാൻ കളിച്ച് വളർന്ന എൻ്റെ നാട്ടിൽ നീ ഒന്നും എന്നെ പറയണ്ട. അതെ വൈകിട്ടത്തേക്ക് നല്ല ഫുഡ് എന്തെങ്കിലുമൊക്കെ മേടിച്ച് വെച്ചോ, ഞാൻ അപ്പോഴേക്കും അങ്ങ് എത്തിയേക്കാന്ന് പറഞ്ഞിട്ട് ഭാസ്കരൻ ഒരു വിടലങ്ങ് വിടുകയാണ്. അപ്പോഴേക്കും നികേഷ് പറഞ്ഞു, കണ്ട എല്ലാ സ്ഥലവും ഒരുപോലെ ഇരിപ്പുണ്ട്, ഇനി ഇയാളെ പോയി എവിടെ തപ്പുമെന്ന് അറിഞ്ഞൂടാ എന്ന് പറഞ്ഞപ്പോൾ ഭാസ്കരൻ പറഞ്ഞു, എടാ ഞാൻ കളിച്ച് വളർന്ന സ്ഥലമാണ് ഇത്, നീ എന്നെ അധികം പഠിപ്പിക്കാൻ നിൽക്കേണ്ടെന്ന് പറഞ്ഞിട്ടാണ് ആൾ ന്യൂട്രൽ അങ്ങ് വിട്ടു പോവുകയാണ്.
അങ്ങനെ നമ്മുടെ മണിച്ചേട്ടൻ ഇവരുടെ അടുത്ത് പറഞ്ഞു നമുക്കപ്പോൾ താമസിക്കേണ്ട സ്ഥലത്ത് ഒരു വീടുണ്ട്. സാധാരണ ഈ വഴിപാടിനൊക്കെ വർഷത്തിൽ വരുന്നവർ ആ വീട്ടിലൊക്കെയാണ് താമസിക്കുന്നത്. നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു. ഇവിടെ നിന്നൊരു കുറച്ച് ദൂരമുണ്ട്. അങ്ങനെ ആ സ്ഥലത്ത് എല്ലാവരെയും കൂട്ടി പോവുകയാണ്. അങ്ങനെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും വീടൊക്കെ കണ്ടു. അപ്പം വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പം സുധീഷ് ചോദിക്കണ്ടേ നമുക്ക് എല്ലാവർക്കും കൂടെ ഇവിടെ താമസിക്കാൻ പറ്റുമോ? അപ്പോഴേക്കും സുഭാഷ് പറഞ്ഞു നമ്മൾ 6 പേര് ആ വീട്ടിൽ കഴിഞ്ഞല്ലേ, പിന്നെ എന്താ പ്രശ്നം, നമുക്ക് സുഖമായിട്ട് കഴിയാമെന്ന് പറഞ്ഞു. അപ്പോൾ നിധി നോക്കിയപ്പം ആ ഇവർ ചെന്ന് നിൽക്കുന്ന വീട്ടിൽ കുറച്ച് ചെരുപ്പ് കിടക്കുകയാണ്. അപ്പോൾ ആ ചെരുപ്പ് കണ്ടപ്പോൾ നിധി ചോദിച്ചല്ല ഇവിടെ മറ്റാരെങ്കിലും ഉണ്ടോ എന്ന് ആ ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചു. ആ മണിയെന്ന് പറഞ്ഞ ചേട്ടൻ്റെ അടുത്ത്. ഞാൻ പറയാൻ മറന്നു, തിരുവനന്തപുരത്ത് നിന്ന് തന്നെ ഒരു കുടുംബ പൂജയ്ക്ക് ആൾക്കാർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു തീർന്നത് നമ്മുടെ സുനന്ദ വരെയാണ്. സുനന്ദയെ കണ്ടത് എല്ലാവരും അതിശയിച്ചു പോയി. സുഭാഷ് ഏട്ടാന്ന് പറഞ്ഞുകൊണ്ട് സുനന്ദ ഓടി വരെയാണ്. അങ്ങനെ സുനന്ദ ചോദിക്കുന്നത് നിങ്ങൾ ഇങ്ങോട്ട് വന്നോ? അപ്പം പറഞ്ഞു ഞങ്ങളിങ്ങനെ കുടുംബക്ഷേത്രത്തിൽ വന്ന സുനന്ദയെന്ന് പറഞ്ഞ് എല്ലാവരും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. സുനന്ദ നമ്മുടെ ചാന്ദിനിയും നിധിയുടെ അടുത്തും വിശേഷങ്ങളൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ഈ സമയം ആരാടി മോളെന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ ലളിത അകത്തുനിന്ന് പറന്നു വരെയാണ്. ഇവരെ കണ്ടത് ബ്ലിങ്ക് അടിച്ചങ്ങ് നിൽക്കുകയാണ്. നിങ്ങളോ? എന്താണാവോ ഇങ്ങോട്ടെല്ലാം കൂടെ എഴുന്നള്ളിയത്? ഇവിടെ എന്താണാവോ ഇത്രയും നാളൊന്നും കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ സുധീഷ് പറഞ്ഞു അല്ല ഈ കുടുംബക്ഷേത്രം അമ്മായിയുടെ വക അമ്മായിക്ക് സ്ത്രീധനം വല്ലതും കിട്ടിയതാണോ? അല്ല അറിയാൻ മേലഞ്ഞിട്ട് ചോദിച്ചത്. അപ്പോൾ സുഭാഷ് ഒരേടെ മിണ്ടാതിരിക്കുക. അതെ അമ്മായി ഞങ്ങൾ കുടുംബക്ഷേത്രം എവിടെയാണെന്ന് തിരക്കി ഞങ്ങൾ വഴിപാടും കാര്യങ്ങളും ചെയ്യാനായിട്ട് മുടങ്ങിക്കിടക്കുന്നതൊക്കെ ചെയ്യാൻ വന്നതാണ്. അപ്പോൾ ഗംഗാധരൻ അമ്മാവനോട് ചോദിച്ചപ്പോൾ അമ്മാവനാണ് സ്ഥലവും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത്. കാര്യം കുറച്ച് ദോഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്കും ഉണ്ട്. അപ്പോൾ അതൊന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇത്രയും നാളും ചെയ്യാത്ത പൂജയും കാര്യങ്ങളാണ് ചെയ്യാൻ പറഞ്ഞത് എന്നും പറഞ്ഞ് ലളിത അങ്ങോട്ട് തട്ടി കയറിയാണ്. ഹരീഷും വിട്ടുകൊടുക്കുന്നില്ല. അതെ ഞങ്ങൾ പോണടുത്ത് നിങ്ങൾ എന്തിനാണ് വന്നതെന്ന് ഹരീഷ് ചോദിച്ചു. പിന്നെ ഞങ്ങൾ പോണ സ്ഥലത്ത് നോക്കി നിങ്ങൾ മനഃപൂർവ്വം വന്നതെന്ന് ലളിത പറയണേ. അവസാനം സുനന്ദ പറയുന്നുണ്ട് അമ്മയ്ക്കൊന്നും മിണ്ടാതിരുന്നൂടെ, അവർ കുടുംബക്ഷേത്രത്തിൽ വന്നതല്ലേ, അതിന് അമ്മ കിടന്ന് ഇമ്മാതിരി കിടന്ന് പിടയ്ക്കണം എന്തിനാന്ന് ചോദിച്ച് കുറേ വെച്ചെടുത്തു കേട്ടോ. അപ്പോൾ ലളിത വിട്ടുകൊടുത്തില്ല. ഹരീഷ് സുധീഷ് ഒട്ടും വിട്ടുകൊടുത്തില്ല. അവരും തിരിച്ചു പറയണേ. അപ്പോൾ എന്തായാലും വന്നു. അപ്പം മണിച്ചേട്ടൻ പറഞ്ഞു നിങ്ങൾ ബന്ധുക്കളല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞങ്ങൾ ബന്ധുക്കളാണ്, പക്ഷേ മിണ്ടാത്ത ബന്ധുക്കളാ എന്നൊക്കെ ഇങ്ങനെ ലളിത പറയുന്നുണ്ട് കേട്ടോ. ആ സമയം നമ്മുടെ അശ്വിൻ വരുന്നുണ്ട്. അപ്പോൾ അശ്വിൻ വന്നപ്പോൾ നമ്മുടെ സുനന്ദ പറഞ്ഞ് അശ്വേട്ടാ ഇത് ആരൊക്കെയാണ് വന്നിക്കണേന്ന് നോക്കിയേ. അപ്പോൾ അശ്വിൻ നോക്കിയപ്പോൾ നമ്മുടെ സുഭാഷും സുധീഷും ഹരീഷും എല്ലാവരും ഉണ്ട്. അവരെ പരിചയമാണല്ലോ. അങ്ങനെ അവരുമായിട്ടൊക്കെ കാര്യങ്ങൾ സംസാരിച്ച് അവരെ എല്ലാവരും സ്വീകരിച്ചുകൊണ്ട് അവരകത്തോട്ട് പോവുകയാണ്. നമ്മുടെ ലളിതയാണെങ്കിൽ മുറുമുറുത്ത് നിൽക്കുകയാണ്. അങ്ങനെ നമ്മുടെ നിധിയും ചാന്ദിനിയും അവരെല്ലാവരും കൂടെ ആയിട്ട് അകത്തൊക്കെ പോവുകയാണ്. അപ്പോൾ അമ്പലത്തിൽ മണിച്ചേട്ടൻ പറഞ്ഞിരിക്കുന്നത് നമുക്ക് നാളെ പോയാൽ മതി, കാരണം ഇവിടെ നിന്ന് ഒരു 5-6 കിലോമീറ്ററോളം യാത്രയുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ ട്രാവൽ ചെയ്ത് വന്നേല്ലേ ഉള്ളൂ, അപ്പോൾ ഒന്ന് നന്നായിട്ട് റെസ്റ്റൊക്കെ ചെയ്തിട്ട് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നാളെ രാവിലെ അമ്പലത്തിൽ പോകാനുള്ള തയ്യാറെടുപ്പായിട്ട് നമുക്ക് പോകാമെന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നാളത്തെ എപ്പിസോഡിൽ ഏകദേശം ഇവർ അമ്പലത്തിൻ്റെ അവിടെ വഴിപാടൊക്കെ ചെയ്യാനായിട്ട് ആ വാളായിപ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തുന്നതോടുകൂടിയാണ് നാളത്തെ രംഗം അവസാനിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരിക്കാം. ഇനി ആ അമ്പലത്തിലെ വഴിപാടുകളും കാര്യങ്ങളും ആ നേർച്ചകളൊക്കെ ഇനി നമ്മുടെ നിധി വലിയൊരു നേർച്ചയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അവിടെ. അപ്പോൾ ഈ തീച്ചട്ടിയൊക്കെ കയ്യിലെടുക്കുന്ന നേർച്ചയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് നിധി ഈ കുടുംബത്തിന് വേണ്ടിയിട്ട് സ്വമേധയാ ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആ വിശേഷങ്ങൾക്കായിട്ടെല്ലാം കാത്തിരിക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ 11 മണിക്ക് തന്നെ നമ്മുടെ പവിത്രം സീസൺ 2 ഇന്നത്തെ പ്രൊമോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കാണണം കേട്ടോ. അതോടൊപ്പം തന്നെ രാത്രി നമ്മൾ ഇനി ഇവർ വിവാഹിതരായാൽ എന്ന പരമ്പരയുടെ നാളെ വരാനിരിക്കുന്ന എപ്പിസോഡും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മുടെ 3 പരമ്പരകളും കണ്ട് സപ്പോർട്ട് ചെയ്യണം. അതോടൊപ്പം തന്നെ നമുക്ക് സുമി മുഫ സീൻ ഷോട്ട് എന്ന മറ്റൊരു ചാനലുണ്ട്. അതിൽ 6 മണിക്ക് വൈകിട്ട് സാന്ത്വനം 2ഉം 9:30 രാത്രി ഇവർ വിവാഹിതരായാൽ എന്ന പരമ്പരയെ ഇടുന്നതാണ്. അപ്പോൾ എല്ലാ ഇതും നിങ്ങളെ കണ്ട് സപ്പോർട്ട് ചെയ്ത് നല്ലൊരു സപ്പോർട്ട് ആത്മാർത്ഥമായി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ അപ്പോൾ നമ്മുടെ നാളത്തെ കാറ്റത്തെ കിളിക്കൂടിൻ്റെ പ്രൊമോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം കേട്ടോ. അപ്പോൾ നല്ലൊരു ശുഭദിനം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക്